എവരിവൺ. ഈ കഴിഞ്ഞ 11-ാം തീയതി ശനിയാഴ്ച നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ PSC എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ മൾട്ടിപ്പിൾ അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു മിക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു പരീക്ഷ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആൻസർ കീ എല്ലാം നോക്കാം. അതിൻ്റെ അത് ചെറിയ ചെറിയ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത PSC എക്സാമുകളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? കേരള പോലീസുമായി ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ മൃദുഭാവേ ദൃഢകൃത്യ എന്നുള്ളതാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ പാട്ട് തന്നെ ഈ ഒരു ആപ്തവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാണെന്നുള്ളതാണ്. രണ്ടാമത് പോലീസ് സേനയുടെ മേധാവി DGP ആണ്. അറിയാമല്ലോ, DGP ആണ് നമ്മുടെ പോലീസ് സേനയുടെ മേധാവി. ഇടയ്ക്കിടയ്ക്ക് DGP മാറുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഓരോ പ്രമാദമായ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തരുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. DGP ആണ് കേരള പോലീസിൻ്റെ മേധാവി എന്ന് പറയുന്നത്, പോലീസ് സേനയുടെ മേധാവി. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതാണ് ചിലരെങ്കിലും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്റ്റ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ആൻസർ വരുന്നത് 1 and 2 1ഉം 2ഉം മാത്രമാണ് ശരി എന്നുള്ളത്. ശരിയായത് ചോദിച്ചാൽ 1ഉം 2ഉം മാത്രമാണ്. മൂന്നാമത്തെ തെറ്റാണ്. ഒരുപക്ഷെ പലരും കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണെന്ന് കരുതി എഴുതിയിട്ടുണ്ടായിരിക്കും. കേരള പോലീസിൻ്റെ തൃശ്ശൂരുള്ളത് കേരള പോലീസ് അക്കാഡമിയാണ് തൃശ്ശൂരുള്ളതെന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലരും ചിലപ്പോൾ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാകും. ശ്രദ്ധിക്കുക, കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, കേരള പോലീസ് അക്കാഡമിയാണ് തൃശ്ശൂരുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനുകൾ താഴത്ത് കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ചില അണക്കെട്ടുകളും അത് സ്ഥിതി ചെയ്യുന്ന നദികളുമാണ് തന്നിരിക്കുന്നത്. ഭക്രാനങ്കൽ, സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹരി ഡാം കൃഷ്ണ, അതുപോലെ സർദാർ സരോവർ നർമ്മദ. ഇതിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ അകത്ത് ഉത്തരം ഭക്രാനങ്കൽ സത്ലജ് ശരിയാണ്. ഭക്രാനങ്കൽ സത്ലജിലാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, അത് ശരിയാണ്. തെഹരി ഡാം പക്ഷേ കൃഷ്ണ നദിയിലല്ല, ഭാഗീരഥി നദിയിലാണ്. അതുപോലെ സർദാർ സരോവർ നർമ്മദയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 4 ഓപ്ഷനുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. ഓക്കെ, ശരി. അടുത്ത നോക്കിയുള്ളൂ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, അതും അദ്ദേഹം തന്നെയാണ്. സോ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു, അതും ശരിയാണ്. അദ്ദേഹം തന്നെയാണ് ശിവയോഗി വിലാസ മാസിക 1914. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. നമ്മൾ ഗാന്ധിജി എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനപ്പെട്ട വ്യക്തികളും വർഷങ്ങളും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ വാഗ്ഭടാനന്ദൻ 1947 കൂടിക്കാഴ്ച 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് നമ്മളെങ്ങും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 1939 അന്തരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് ശരിയായ കാര്യം അല്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചതിന് ശേഷമുള്ള ഒരു വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ വർഷം ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്ന വർഷം തെറ്റാണ്. അദ്ദേഹം ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയായിട്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് നമുക്കൊരു ദിശാബോധം നൽകുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ചില വസ്തുതകളുണ്ടല്ലോ. അത് നോക്കുമ്പോൾ ഇതൊന്നും അങ്ങോട്ട് പൊരുത്തപ്പെടത്തില്ല നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട്. ക്വസ്റ്റ്യനിൽ വക്കം അബ്ദുൽ ഖാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദറും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മക്കളിൽ ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, സെയിം പേരാണ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രധാനമായി 2 വക്കം അബ്ദുൽ ഖാദറുകളാണ് നമുക്കറിയാം. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്ന ഒരു വക്കം അബ്ദുൽ ഖാദർ ഉണ്ട്. വക്കം ഖാദർ എന്നാണ്, വക്കം അബ്ദുൽ ഖാദർ എന്നും പലയിടത്തും നമ്മൾ കാണാം. വക്കം ഖാദർ എന്നാണ് യഥാർത്ഥത്തിൽ, വക്കം അബ്ദുൽ ഖാദർ എന്നും എഴുതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം
അതുപോലെ വക്ക അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാമാനി പത്രം സ്ഥാപിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി നമുക്കറിയാം. പക്ഷെ വക്ക അബ്ദുൽ ഖാദർ എന്ന മൂന്നാമത്തെ വക്ക അബ്ദുൽ ഖാദറിനെ പറ്റി PSC അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നമുക്ക് ഒരുപാട് റെഫറൻസുകൾ അതിനെപ്പറ്റി നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് PSC സ്ഥിരമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യം. അപ്പോൾ വക്ക അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജിയും ഭാഷാ കവികളും എന്ന അദ്ദേഹം എന്താണ് സാഹിത്യകാരൻ കൂടിയായിരുന്നു കേട്ടോ. സാഹിത്യകാരൻ പത്രാധിപരായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നിരവധി പത്രങ്ങളിലൊക്കെ പത്രാധിപരായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനായ വക്ക അബ്ദുൽ ഖാദർ. ഓക്കെ, ഇത് രണ്ടുമല്ലാതെ എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ മറ്റൊരു വക്കം അബ്ദുൽ ഖാദർ ഉണ്ട്, അല്ലെങ്കിൽ വക്കം ഖാദർ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ജിയും ഭാഷാ കവികളും എന്നത് വക്ക അബ്ദുൽ ഖാദറിന്റെയാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു, മാപ്പിള റിവ്യൂ എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു വക്ക അബ്ദുൽ ഖാദർ. അതുപോലെ നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ ആണ്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് വക്കം അബ്ദുൽ ഖാദർ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചിലപ്പോൾ ഒരുപക്ഷെ എവിടെയെങ്കിലും നമ്മൾ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. കാരണം നമ്മൾ ഈ വക്ക അബ്ദുൽ ഖാദർ എന്ന് കേൾക്കുമ്പോൾ എല്ലാം വക്ക അബ്ദുൽ ഖാദർ മൗലവി എന്നായിരിക്കും നമ്മുടെ ചിന്തയിൽ വരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കുക, ഇത് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മുമ്പോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ PSC ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സ്വദേശാമാന്യ നാടകം രചിച്ചിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം ശരിയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുനിന്നുണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ വേറെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി വേറെയാണ്. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ INA-യിലുള്ള വക്കം ഖാദറും വേറെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനാണ് ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടുന്ന് ഈ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ശരി, നെക്സ്റ്റ് നോക്കിക്കോളൂ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഏത്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്, അറിയാമല്ലോ. സവർണ ജാഥ നടന്നത് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. EV രാമസ്വാമി നായക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. EV രാമസ്വാമി നായക്കർ ജാഥ നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് EV രാമസ്വാമി നായക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സേതുലക്ഷ്മിബായിയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. നാലാമത്തിലാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇതാണ് ചിലർക്കെങ്കിലും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. 3 ഓപ്ഷനിലും വലിയ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. ഒരുവിധം എല്ലാവർക്കും നമുക്കൊരു ഉറപ്പുള്ളതാണ്. 3 ഓപ്ഷനും ഉറപ്പുള്ള ഓപ്ഷൻസ് ആണ്. 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത, അല്ലേ? ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ക്ഷേത്രപ്രവേശനമായിരുന്നോ വൈക്കം സത്യാഗ്രഹത്തിൽ സത്യാഗ്രഹികളുടെ ആവശ്യം? അല്ല. ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴി, അല്ലെങ്കിൽ ആ ഒരു നടവഴി എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്നുള്ളതായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം, അതായിരുന്നു അവരുടെ ആവശ്യം. അല്ലാതെ ക്ഷേത്രപ്രവേശനം ആയിരുന്നില്ല. ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വേറെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനമായിരുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ D ഓപ്ഷനായ ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്നത് തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ചോദിച്ചാൽ 1, 2, 3 ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് നോക്കിക്കോളൂ. താഴെ പറയുന്നത് രാജാറാം മോഹൻ റോയ് രചനയിൽ പെടാത്തത്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല, പക്ഷേ ഒരു നോട്ടബിൾ വർക്ക് ഉണ്ട്. ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുമായിരുന്നു കേട്ടോ. ഓപ്ഷൻ 1 പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, 2 തുഫത്തുൽ മുഅദ്ദിൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ഈ 4 ഓപ്ഷനിൽ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. 4 അതായത് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതി രചനകൾ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം രചിച്ചിട്ടില്ലാത്ത കൃതി എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. നമ്മൾ നോക്കുക, ഈ രാജാറാം മോഹൻ റോയ് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുഫത്തുൽ മുഅദ്ദിൻ എന്ന് പറയുന്നത്. അത് ഒരുവിധപ്പെട്ടവർക്ക് രാജാറാം മോഹൻ റോയ് എന്ന ടോപ്പിക് പഠിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ആ ഒരു കൃതിയെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ തുഫത്തുൽ മുഅദ്ദിൻ എന്ന് പറയുന്നത് ഉറപ്പായ അദ്ദേഹത്തിന്റെ കൃതിയാണെന്നുണ്ടെങ്കിൽ രചനകളിൽ പെടാത്തത് ചോദിക്കുമ്പോൾ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 2 എന്ന ഓപ്ഷൻ വരാൻ പാടില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ 2ാമത്തെ ഓപ്ഷനെ പറ്റി പറയുന്നുണ്ട്. 1ഉം 2ഉം വരില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ 1ഉം 2ഉം 3ഉം വരില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 മാത്രം വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വരില്ല എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. സോ 4 മാത്രം വരില്ല എന്നുള്ള ഒരൊറ്റ ഓപ്ഷനിലേക്ക് നമുക്ക് ബുദ്ധിപൂർവ്വം ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ 4 മാത്രം പെടുന്നില്ല, ബാക്കി 3ഉം അദ്ദേഹത്തിന്റെ കൃതികളിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ ഒരൊറ്റ കൃതി അറിഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പോൾ ഇതുകൂടി ആഡ് ചെയ്ത് വെക്കുക. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്ന് പറയുന്നതും ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ കൃതിയായിട്ട് ചേർത്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും
ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകല അക്കാദമി കാക്കനാട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഈ പറയുന്ന അക്കാദമികളുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരവും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരും. ഈ രണ്ട് കാര്യം നമ്മൾ ലളിതകല അക്കാദമി തൃശ്ശൂർ, ഈ മൂന്ന് കാര്യം നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഒന്നുകിൽ ഇൻ കേസ് കേട്ടിട്ടില്ലെങ്കിലും ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള കേരള മീഡിയ അക്കാദമി മാത്രമായിരിക്കും മേ ബി കേട്ടിട്ടില്ലെങ്കിൽ. അല്ലാതെ ബാക്കി മൂന്നിനെ പറ്റിയും ബേസിക്സ് പഠിക്കുന്ന എല്ലാവർക്കും അറിഞ്ഞിരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേരള ചലച്ചിത്ര അക്കാദമി, ഫോക്ലോർ അക്കാദമി, ലളിതകല അക്കാദമി, ഇത് മൂന്നിൻ്റെയും. അപ്പോൾ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്, അതുപോലെ ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്, ഇത് രണ്ടും ശരിയാണ്. ലളിതകല അക്കാദമി യഥാർത്ഥത്തിൽ വരേണ്ടത് തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മീഡിയ അക്കാദമി കാക്കനാടാണ്, അതും തെറ്റായിട്ട് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റായ ജോഡി കണ്ടെത്താൻ പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2ഉം 3ഉമാണ് ഇവിടുത്തെ തെറ്റായ ജോഡി. ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞല്ലേ. ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ 2, 3 അവിടുത്തെ ശരിയായ ജോഡി, 1, 4 തെറ്റായ ജോഡിയാണ്. ഓക്കെ ആണല്ലോ. ശരി, നെക്സ്റ്റ് നോക്കിക്കോളൂ. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം, ശരിയാണ് അല്ലെ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗ, ശരിയായ കാര്യമാണല്ലോ. ഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1920-ലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ച ബെൻ കിങ്സ്ലിയാണ്. അത് ചിലപ്പോൾ അറിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ശരിയായെന്ന് ചോദിച്ചാൽ ബാക്കി 3 ശരിയാണെങ്കിൽ ഇവിടെ മറ്റു ഓപ്ഷനുകൾ ഒന്നുമില്ല, എല്ലാം ശരിയാണെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരേണ്ടി വരും അല്ലേ. അപ്പോൾ ഉത്തരം ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിജിയുടെ റോൾ അഭിനയിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഇവിടെ ശരിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് നോക്കുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, അവിടെ ഒരു സംശയം ഉണ്ടാവും. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലയോൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ജോഡി ചോദിച്ചാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതിൻ്റെ ആസ്ഥാനം മനിലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് ബാക്കി 3 ശരിയാണ്. നാറ്റോ ബ്രസൽസ് ആണ്, അതുപോലെ ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്, അതുപോലെ ഇന്റർപോൾ ലയോൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസർക്ക് പഠിക്കും, ഉത്തരം മാത്രം നോക്കാതെ ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാക്കി 3ന്റെ ആസ്ഥാനം കൃത്യമായി ഓർത്ത് വയ്ക്കുക. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്, ജനീവ അല്ല. അതുകൊണ്ട് ഉത്തരം തെറ്റായത് ഒന്നാമത്തെയാണ്. ഓക്കെ, ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അബ്ദുൽ കലാം ആസാദ് അല്ലെ. മൗലാന അബ്ദുൽ കലാം ആസാദിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ് ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന കൃതി. ശ്രദ്ധിക്കുക. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയതാണ്? സരാമതി, തെമ്പു, കണ്ടോ, നമച്ച ബർവ. ഉത്തരം നമച്ച ബർവയാണ്. അസം ഹിമാലയസ്, ഹിമാലയത്തിന്റെ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പഞ്ചാബ് ഹിമാലയ അല്ലെ, കുമേൻ ഹിമാലയ, ഇങ്ങനെ കുറെ തിരിച്ചിട്ടുണ്ട്. അസം ഹിമാലയ എന്ന് പറയുന്ന അതിലൊരു കാറ്റഗറിയിൽ അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയതാണെന്ന് വെച്ചാൽ നമച്ച ബർവയാണ്, ഓർത്തിരിക്കുക. കശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനുമാണ് കരേവ. കരേവ മണ്ണിലാണ് കുങ്കുമ കൃഷിക്ക് കരേവ മണ്ണാണ് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിരോധിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഏത് ഖനന പ്രവർത്തനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം റാറ്റ് ഹോൾ മൈനിങ് ആണ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം നോക്കിയോ? ഉത്തരം ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. നെക്സ്റ്റ് നോക്കിയോളൂ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് പ്രളയ സമതലങ്ങൾ, എക്കൽ കോണുകൾ, മടഞ്ഞിട്ട അരുവികൾ, ഓക്സ്ബോ തടാകങ്ങൾ. ഈ ഓക്സ്ബോ ലേക്കുകളാണ് ഇതിൻ്റെ ആൻസർ. അതായത് നദികൾ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന സമയത്ത് വളഞ്ഞ് വന്നതിന് ശേഷം ഈ നദി പിന്നീട് അവിടെ ഒരു മൺതിട്ട പോലെ രൂപപ്പെടുകയും വളഞ്ഞൊഴുകി അത്രയും ഭാഗം ഒരു വില്ല് പോലെ വളഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അത് പ്രത്യേക ഒരു തടാകമായിട്ട് മാറും. നദിയുടെ ഒഴുക്കിൽ നിന്ന് മാറിയ ഒരു പ്രത്യേക തടാകമായിട്ട് മാറും. അതാണ് പിന്നീട് ഓക്സ്ബോ തടാകങ്ങളായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സ്ബോ തടാകം എന്നുള്ളതാണ് ഇതിന് ഉത്തരം. അടുത്ത് നറോറ ആണവ നിലയം, ഒരുപാട് ഫേമസ് ആയ ഒരു ആണവ നിലയമാണ് നറോറ ആണവ നിലയം. ഉത്തർപ്രദേശിലെയാണ് നറോറ ആണവ നിലയം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. ഒരുപാട് റീസെൻ്റായി നടന്നൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. കസാൻ, റഷ്യയിലാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. ഓക്കെ, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായം ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ
ഉത്തരം പഞ്ചസാര വ്യവസായമാണ്. ഇരുമ്പുരുക്കുണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു, പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം. അപ്പൊ ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ട പദങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം, മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഉരുക്ക് നിർമ്മാണത്തിന് ആവശ്യമായ മാംഗനീസിന്റെ നിക്ഷേപം ഒരുപാടായി കണ്ടുവരുന്നത്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്ന പദ്ധതി എന്തിനെ കുറിക്കുന്നു വെച്ചാൽ ആഗോള സുസ്ഥിര വികസനം കേട്ടോ. ആഗോള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് അജണ്ട 21 എന്ന് പറയുന്നത്. ഓക്കെ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് വാർത്തകൾ കണ്ടാണല്ലേ, 70 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കെല്ലാം സൗജന്യ ചികിത്സ അല്ലെ ഇന്ത്യയിൽ ആകമാനം നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഉത്തരം. അപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. ഓക്കെ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം, ഉത്തരം 2010 അറിയാവുന്ന കാര്യമാണ്. അടുത്ത നോക്കിയാൽ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം, ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം കേരളമാണ്. ഓക്കെ. താഴെ പറയുന്നതിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ് ഈ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം യെസ് ഓർ നോ എന്ന്, ഇതിൽ ഏതാണ്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഉത്തരം എന്ന് കണ്ടുപിടിക്കാറുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോഴേ പലർക്കും 1920 നിസ്സഹകരണ പ്രസ്ഥാനം എനിക്കറിയാമല്ലോ, ഓപ്ഷനിലേക്ക് പോയിട്ട് ഉത്തരം ചൂസ് ചെയ്യും. പക്ഷേ ബന്ധമുള്ളതാണോ ബന്ധമില്ലാത്തതാണോ എന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാകും. അതായത് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബന്ധമില്ലാത്തതിനെ പറ്റിയും, ബന്ധമില്ലാത്തതാണ് ചോദിച്ചെങ്കിൽ നമ്മൾ ബന്ധം ഉള്ളതിനെ പറ്റിയും മാർക്ക് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ തെറ്റി അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഉത്തരം പോസിറ്റീവായിട്ടുള്ളതാണോ നെഗറ്റീവായിട്ടുള്ളതാണോ എടുക്കേണ്ടത് പരിഹരിക്കുക. അതായത് ബന്ധമുള്ളതാണോ ഇല്ലാത്തതാണോ. ബന്ധം ഇല്ലാത്തതേന്നാണ് ചോദ്യം. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോഴേ ചിലർക്ക് ഉള്ളിൽ ഒരു തോന്നലുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും, ദെൻ ഉത്തരത്തിലേക്ക് അങ്ങ് പോകും അല്ലേ. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കും. ബന്ധമില്ലാത്തത് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേക്ക് പോകാവൂ. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നിസ്സഹകരണം എന്നുള്ള ഉദ്ദേശിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന നയങ്ങളിനോടൊക്കെ നിസ്സഹകരണം, അതിനോട് സഹകരിക്കാതിരിക്കുക, ഞങ്ങൾ അതിൽ പങ്കെടുക്കാതിരിക്കുക, ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഫ്യൂഡൽ നികുതി നൽകുക, ഒരു നികുതി നൽകുന്നതിനെ പറ്റിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഫ്യൂഡൽ നികുതി നൽകുക. ഓക്കെ. മൂന്നാമത്തത് നികുതി നൽകാതിരിക്കുക, നികുതി കൊടുക്കാതിരിക്കുക. അപ്പം നികുതി എന്നൊരു ഏർപ്പാട് അവർ കൊണ്ടുവരുമ്പോൾ അതിനോട് നിസ്സഹകരിക്കുന്നത് എങ്ങനെയാണ്? അതിനോട് പങ്കാളിത്തമില്ല, ഞങ്ങൾ നികുതി തരുന്നില്ല, അങ്ങനെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നയങ്ങളോടൊന്നും സഹകരിക്കാതിരിക്കുക, അതിനോടൊന്നും താല്പര്യം കാണിക്കല്ലേ, അതിൻ്റെ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അനുവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂഡൽ നികുതി നൽകുക എന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് തെറ്റ്. ബന്ധമില്ലാത്ത ചോദിച്ചാൽ രണ്ടാമത്താണ്. ഓക്കെ. അടുത്ത താഴെ പറയുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അരുൾനൂൽ. അദ്ദേഹത്തിന്റെ എല്ലാം നമുക്കറിയാം. ആദിഭാഷയും വേദാധികാര നിരൂപണമൊക്കെ ചട്ടമ്പിസ്വാമിയുടെയാണ്. നവമഞ്ചരിയാണ് അടുത്ത ഓപ്ഷൻ. അരുൾനൂൽ വൈകുണ്ഠസ്വാമികളുടെയാണ് അല്ലേ. അപ്പോൾ ആദിഭാഷയും വേദാധികാര നിരൂപണമൊക്കെ ചട്ടമ്പിസ്വാമിയുടെയാണ്. നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി. ഓക്കെ. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷന്റെ പല ഘട്ടങ്ങളിൽ കണ്ടെത്തിയ പല സാധനങ്ങളുണ്ട്. മശുകുപ്പി, അതുപോലെ നൃത്തം ചെയ്യുന്ന ശില്പം, ഇങ്ങനെയൊക്കെ ഒരേ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഏത് ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിനാണെന്ന് ചോദിച്ചാൽ ധോളാവേരിയാണ്. ഓക്കെ. ചുവടെ കൊടുത്തിരിക്കുന്ന ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്ഥാനം, ബന്ധമില്ലാത്തതാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന, ഏറ്റവും നന്നായി അറിയാവുന്ന ഒന്ന് 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്നുള്ളതായിരിക്കും. അപ്പോൾ ഓർക്കുക, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബെസന്റ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അതുകൊണ്ട് 2ഉം 3ഉം ബന്ധമുള്ളതാണ്. സോ ഉത്തരം 1 എന്നുള്ളതാണ്. 1 മാത്രം, അതായത് അത് ബന്ധമില്ലാത്തതാണ്. ചോദ്യം ബന്ധമില്ലാത്തതാണ്. ഓക്കെ. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? അടുത്ത ചോദ്യമാണ്. ഓപ്ഷൻ സുബ്രഹ്മണ്യ ഭാരതി, പ്രേംചന്ദ്, സത്യേന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ. പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. അടുത്ത സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചാണ് EV രാമസ്വാമി നായ്ക്കറാണ് എൻ്റെ ആൻസർ. സ്വാഭിമാന പ്രസ്ഥാനം കേട്ടോ, അത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകൾ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം തെലങ്കാനയാണ്. മഹാലക്ഷ്മി സ്കീം എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യമായി സർക്കാർ ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത സംസ്ഥാനം
തെലങ്കാനയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, അതുപോലെ സമത്വത്തിനുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, അതുപോലെ ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ്. അതായത് മൗലിക അവകാശങ്ങൾ തന്നെ ഇത്ര ഇന്നത് എന്ന് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ എല്ലാം അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആശയം. എന്നാൽ തന്നെയും തുല്യതയ്ക്കും മതസ്വാതന്ത്ര്യത്തിനുമുള്ള ഒരുപക്ഷെ, അല്ലെങ്കിൽ സമത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനുമുള്ള ഒരുപക്ഷെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും. മതസ്വാതന്ത്ര്യവും സമത്വവും നമ്മുടെ ശബരിമല കേസൊക്കെ വന്ന സമയത്ത് മതസ്വാതന്ത്ര്യവും ഈ പറയുന്ന തുല്യതയും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ ഒരുപാട് വന്നിരുന്നു. അപ്പോൾ മതസ്വാതന്ത്ര്യവും തുല്യതയും ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബാക്കിയുള്ള അറിഞ്ഞില്ലെങ്കിൽ പോലും ഇവിടുന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, അതുപോലെ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. അപ്പോൾ 2 സീലോട്ടും 3 എയിലോട്ടും കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 സീലോട്ടും 3 എയിലോട്ടും ഉള്ളത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എയിൽ നിന്ന് അപ്പം 4 ഓപ്ഷൻ ഇല്ല, അറിയത്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ 1D സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. അതിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ വരുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് 4Bയിലേക്കുള്ള 23 മുതൽ 24 വരെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നോക്കിയോളൂ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യാണ്. ഒന്നാമത് കിടക്കുന്ന ഓപ്ഷൻ നോക്കുള്ളൂ, പോറ്റി ശ്രീരാമലു ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ്. ഒരു ബന്ധമില്ലാത്തൊരു ഓപ്ഷനാണ്, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിംഗലി വെങ്കയ്യ എന്നുള്ള പേര് പോലെ നമുക്ക് അത്ര ഒരു സ്ലാങ് വരുന്ന പോറ്റി ശ്രീരാമലു അങ്ങനെയൊക്കെ വരുന്ന ഒരു പേര് കൊണ്ടെടുത്ത് ഓപ്ഷൻ എയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് റിവേഴ്സ് ചെയ്യാതെ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്നൊരു കൺഫ്യൂഷൻ, പോറ്റി ശ്രീരാമലാണോ എന്നൊരു കൺഫ്യൂഷൻ മേ ബി വന്നേക്കാം. അപ്പോൾ അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയാണ് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഏതല്ല? ഇതെല്ലാം നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾപ്പെടുന്നതാണ്. ദേശീയ ദേശീയഗാനത്തെ ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസ സമിതിക്ക് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ചിലപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് അല്ലേ? അപ്പോൾ 1, 2 ഉൾപ്പെടുന്ന ഏതെല്ലാം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം മാത്രമുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും 1ഉം 2ഉം ഉൾപ്പെടും നമുക്കറിയാം. 1ഉം 2ഉം മാത്രം എന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ല. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഇവയെല്ലാം എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ? 1ഉം 2ഉം മാത്രം എന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ അതില്ലല്ലോ. മൂന്നാമത്തതായിരിക്കും നമുക്ക് ചിലപ്പോൾ മേ ബി ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം മാത്രം എന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ ആയേനെ. പക്ഷേ ഇവിടെ അതില്ല, 1ഉം 2ഉം മാത്രം എന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാം എന്നുള്ള ഓപ്ഷൻ എടുക്കാമായിരുന്നു. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? അറിയാം, രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഉത്തരം രാഷ്ട്രപതിയാണ്. താഴെ പറഞ്ഞ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2005 വിവരാവകാശ കമ്മീഷൻ അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വിരമിക്കൽ പ്രായമാണ്, തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. സോ ശരിയായ പ്രസ്താവന ചോദിച്ചാൽ 1 and 2 ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനം നൽകുന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയ ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ ആണ്. ചിലരെങ്കിലും ചിലപ്പോൾ TN ശേഷനിലേക്ക് പോയേക്കാം. അദ്ദേഹം മലയാളിയായ ആദ്യത്തെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഓക്കെ, അന്യായമായ തടങ്കൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീത വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് വെച്ചാൽ ആനന്ദമഠം. ഗീതാഞ്ജലി, ജനഗണമന ദേശീയ ഗാനം അല്ലെ? ദേശീയ ഗാനമാണ് ഗീതാഞ്ജലിയിലുള്ളത്. അതുപോലെ ആനന്ദമഠത്തിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? ദേശീയ ഗീത വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഓക്കെ, താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളായിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇതിൻ്റെ അകത്ത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മലയാളികളായ വനിതകളാണ്. 1ഉം 2ഉം ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ട് താനും. ശ്രദ്ധിക്കേണ്ട കാര്യം മലയാളികളായ വനിതകളെന്നല്ല ചോദിച്ചത്, വനിതകളെന്നാണ് ചോദിച്ചത്. സരോജിനി നായിഡുവും രാജ്കുമാരി അമൃത് കൗറും ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള വനിതകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവയെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമുക്കറിയാം വേമ്പനാട്ട് കായലാണ്. സംസ്ഥാന ചലച്ചിത്രശലഭം നമുക്കറിയാം ബുദ്ധമയൂരം, ഒന്നും കൺഫ്യൂഷൻ ഇല്ല. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കിഴക്കോട്ടൊഴുകുന്ന ഏതാണ്? കബനിയാണ്, അത് നമുക്കറിയാം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം അറിയാമല്ലോ,
ഹോക്കിയിൽ വെങ്കലമാണ് ലഭിച്ചതെന്നും അതിലുള്ള മലയാളി BR ശ്രീജേഷ് ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലേ. ഇരവികുളം ദേശീയോദ്യാനത്തെ സംരക്ഷിത മൃഗം വരയാട്, കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? അറിയാമല്ലോ, രാമനാട്ടത്തിൽ നിന്നാണ്. കേരളത്തിന് വടക്കേ അറ്റത്തുള്ള നദി, വടക്കേ അറ്റത്തുള്ളത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുക എന്നാണ്? ചിങ്ങം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്, ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയോളൂ, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പോൾ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ശരിയായതുള്ളതാണ് അർത്ഥം കേട്ടോ. ഇവിടെ ഒറ്റ ഓപ്ഷൻ നോക്കിയാൽ ഉത്തരം കിട്ടും. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു. ശരിയായ കാര്യമാണല്ലോ. അപ്പോൾ അത് ഉറപ്പായി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഓപ്ഷൻ നോക്കിയേ, 1, 2 ശരിയെന്നുള്ളത് ഈ ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1, 2 ഉണ്ട്, 1, 3 ഉണ്ട്, 2, 3 ഉണ്ട്. പക്ഷേ 4 ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ സി. അതുകൊണ്ട് വേറെ ഒന്നിലേക്കും പോയില്ലെങ്കിൽ പോലും ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് വേണമെങ്കിൽ നല്ല ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ചെയ്യാവൂ. ഞാൻ പറഞ്ഞത് മറ്റൊന്നിനെ പറ്റി അറിയെങ്കില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഈ ഒരു ഒറ്റ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ ഉത്തരം കിട്ടിയാണ്. ഓക്കെ. 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിൻഡാൻകോയാണ്. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഒരു പ്രാചീന മലയാളം, ചട്ടമ്പിസ്വാമിയുടെ അകലത്തിലിട്ട്, വൈകുണ്ഠസ്വാമി ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ് ജാതിക്കുമ്മി. ഓക്കെ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ, വളരെ പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാനാണ്. ഓക്കെ. ചുവടെ പറയുന്നതിൽ ഏത് സംഭവം നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് നമുക്കറിയാവുന്ന കാര്യമാണ്. കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ട കേസിലാണ് KB മേനോൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ടെന്ന് പറയുന്നതാണ്. മൊബൈൽ ഫോൺ അടിമപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. മഹാകവി G ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഓവ്യൂൾ വിത്താകുന്നു, വിത്തായി മാറുന്നതാണ് ബീജ സംയോഗത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണം. എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ടുന്ന സ്വതവേയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു കൊണ്ട് സംരക്ഷിക്കും. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്ത് പരിപോഷിപ്പിക്കുക. അതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. അത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഗ്രന്ഥികോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. താഴത്തു നിന്നിരിക്കുന്ന രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ, രക്തത്തിലെ പ്രോട്ടീൻ ഗ്ലോബുലിനാണ്. രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഗ്ലോബുലിനാണ് ഈ ഓപ്ഷനിൽ നിന്നും. തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് എന്ന് വെച്ചാൽ ലിപ്പേസ് ആണ്. ബാക്കിയെല്ലാം മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധപ്പെട്ട എൻസൈമുകളാണ്. ഇത് ലിപ്പേസ് ആണ് വ്യത്യസ്തമായിട്ടുള്ളത്. താഴത്തു നിന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന നടത്തുക. ഈ പ്രസ്താവനയിൽ നിന്നും തെറ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ശരിയായ കാര്യം കേട്ടോ. ഓക്കെ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും നമുക്ക് ഓപ്ഷൻ ശരിയായിട്ട് എടുക്കാൻ പറ്റുന്നു. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നത്. 68 ക്യൂണിക്കൾച്ചർ നമുക്കറിയാം, മുയൽ വളർത്തലാണ്. 69 കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സന്ധി. ഓക്കെ. സിനാപ്സ് 70 സിനാപ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യം നെഫ്രോൺ എന്ന് പറഞ്ഞാൽ വൃക്കയിൽ അരിക്കുന്ന കോശങ്ങളാണ്. അതല്ല, ന്യൂറോണും പേശിക്കും 2 ന്യൂറോണുകൾക്കിടയിലുമാണ് സിനാപ്സ് കാണപ്പെടുന്നത്. 2 പേശികൾക്കിടയിൽ സിനാപ്സ് ഒരിക്കലും വരില്ല. ഓക്കെ. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അൽനിക്കോയാണ്. അലോയാണ് ചോദിച്ചിരിക്കുന്നത്, അൽനിക്കോയാണ്. സ്ഥിരകാന്തങ്ങളാണ്. താഴത്തു നിന്നിരിക്കുന്ന തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത ഏതാണ്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലൈറ്റ് ആണ്. ബാക്കിയെല്ലാം തെർമോപ്ലാസ്റ്റിക്കിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രോട്ടോണിന് ആ പേര് നൽകിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അത് ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്. ബലത്തിന്റെ യൂണിറ്റ് അറിയാവുന്ന കാര്യമാണ് ന്യൂട്ടൺ. വസ്തുവിന് അതിന് ചലനം കൊണ്ട് ലഭ്യമാകുന്നത് ഗതികോർജമാണ്. സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണ് സ്ഥിതികോർജം. താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടർ ആണ്. ബാക്കിയെല്ലാം ഗ്രീൻ എനർജികളാണ്. അറ്റോമിക് റിയാക്ടറിൽ എനർജി ഗ്രീൻ എനർജി അല്ല. കടലിന്റെ ആഴവിളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണെന്ന് വെച്ചാൽ അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് വിശദീകരിച്ച് പറയാം. ഇനി മാത്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ചെയ്യാം. ഉടനെ തന്നെ വരും. ഓക്കെ. സ്റ്റേ ട്യൂൺ. താങ്ക് യു.